ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ ജയന്താണ്. എനിക്ക് സത്യത്തിൽ ഇത് ജീവിതത്തിൽ കിട്ടിയ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നില്ല. നിമിത്തം എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ രാവിലെ തന്നെ അത് ആ ബസ്സിൽ കയറി ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ഞാൻ പോകുന്നത് നമ്മുടെ ഗോകുലം ഗ്രാൻഡ് പാർക്കിൽ നമ്മുടെ കങ്കുവയുടെ പ്രൊമോഷന് വേണ്ടി സൂര്യ അണ്ണൻ വരെയാണ്. അണ്ണൻ ഇതാ എത്തിക്കഴിഞ്ഞു. ഈ വീഡിയോ എടുത്തത് ഞാനാണ്. എനിക്കാണ് അവിടുത്തെ പുള്ളിയുടെ ഒഫീഷ്യൽ എൻട്രിയും പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കവർ ചെയ്യാനുള്ള അവസരം കിട്ടിയത്. എന്തായാലും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം അറിയാമല്ലോ, തമിഴിലെ തന്നെ ഒരു സൂപ്പർ സ്റ്റാറാണ് ഈ എൻ്റെ മുന്നിൽ കൂടി നടന്നു വരുന്നത്. ഇതെനിക്ക് കവർ ചെയ്യാൻ കിട്ടിയതൊക്കെ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ എന്നറിഞ്ഞാൽ എനിക്ക് സത്യത്തിൽ പുച്ഛം തോന്നുന്നു. സൂര്യണ്ണൻ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ തന്നെയാണ് വേറെ ഒരു ആരാധകൻ, അണ്ണാ ഞാൻ രാവിലെ വന്ന് നിൽക്കുകയാണ്, അണ്ണാ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണ്ണ, എന്നെ ഒന്ന് ഉമ്മ വയ്ക്കണ്ണ, ഇനി ഒന്ന് എൻ്റെ ഒരു ഫോട്ടോ എടുക്കണ്ണ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് മേഴിക്കുക. അവസാനം അണ്ണൻ ഫോട്ടോയൊന്നും എടുത്തില്ല. അണ്ണന്താ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. അണ്ണൻ ഈ പോകുന്നത് കണ്ടോ? എടാ ജയന്ത മോനെ കുട്ട, നീ അല്ലടാ വിജയണ്ണനൊക്കെ സുഖം തന്നെടാ മോനെ, ഞാൻ തിരക്കിയെന്ന് പറഞ്ഞേക്ക്. ഓക്കെടാ. இவ்வளோ நாளாக பார்க்க முடியாம போயிடுச்சு. ஐ திங்க் ஃபர்ஸ்ட் டைம் நிறைய பேர் இப்போ தான் மீட் பண்ணுறேன். தேங்க்யூ ஆல் ஃபார் கம்மிங். ஒரு വിജയണ്ണ കണ്ടോ? ആരാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് പോലും അറിയാത്ത ഫാൻസാണ് മുന്നിൽ വന്നിരുന്നത് എന്നാണ് തോന്നുന്നത്. എന്തായാലും അണ്ണനൊരു നല്ല മനുഷ്യനാണ്, അല്ലെങ്കിൽ ഫാൻസിനെയൊക്കെ എത്രത്തോളം ഇഷ്ടമാണെന്ന് നമുക്ക് അണ്ണൻ്റെ ഈ ഒരു നിപ്പിൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാര്യം പുള്ളിക്ക് അത്രയ്ക്ക് സന്തോഷമായി. കാര്യം പുള്ളി നെഞ്ചിൽ കൈവച്ചാണ് പുള്ളി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്, കണ്ടില്ലേ? സത്യത്തിൽ എൻ്റെ കൈ കുലുങ്ങുന്നതല്ല. കാര്യം ആ ഒരു വ്യക്തിയുടെ അടുത്ത് നിൽക്കുമ്പോൾ കൈയല്ല, നമ്മൾ തന്നെ കുലുങ്ങിയില്ലെങ്കിലേ അർത്ഥമുള്ളൂ. അതാണ് ഈ ഒരു കുലുക്കത്തിന് കാരണം. പുള്ളി ഏതൊക്കെയോ പറയുകയാണ്. സത്യത്തിൽ എനിക്കതൊന്നും നോക്കാൻ പറ്റില്ല. കാര്യം നമ്മളൊക്കെ സിനിമയിൽ കണ്ട ഒരു വ്യക്തിയെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ, അതും നമ്മൾ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ, എന്തായാലും അതൊരു ഭാഗ്യം അല്ല, അതൊരു നിമിത്തമായിട്ട് എനിക്ക് കണക്കാക്കാം. അണ്ണൻ്റെ ആ വിനയം കണ്ടോ? ഒരു കൊച്ചു കുട്ടിയെ വരെ പുള്ളി മുട്ട് കുത്തി നിന്ന് ആ കുട്ടിയോടൊപ്പം നിന്നാണ് പുള്ളി ഓട്ടോഗ്രാഫ് വരെ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഒരു ജാട പോലും ഇല്ല എന്ന് നമുക്ക് ഈ ഒരു വിഷ്വലിൽ കൂടെ നമുക്കത് കാണാൻ സാധിക്കും. കാര്യം കാല് വയ്യാത്തൊരു വ്യക്തിയെ അവിടേക്ക് പോയി കാണുകയും പുള്ളിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും ചെയ്ത് ഇത്ര ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തി ഇത് അണ്ണൻ എൻ്റെ കൂടെയും ഇതാക്കുന്ന ഫോട്ടോ എടുത്തിരിക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ടെണ്ണ. പിന്നെ എനിക്ക് കിട്ടിയ ഒരു ചാൻസാണ് അണ്ണൻ്റെ റൂമിലേക്ക് പോകാൻ പറ്റി. വെൽക്കം ചെയ്യാൻ വേണ്ടി അണ്ണൻ്റെ ഫോട്ടോയൊക്കെ വെച്ചൊരു കേക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അണ്ണൻ അവിടെ വന്നിട്ടൊന്നും കഴിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. കാര്യം ആകെ ഒരു ഗ്ലാസ് വെള്ളവും പിന്നെ ഒരു ചായയുമാണ് പുള്ളി അവിടെ നിന്ന് ആകെ കഴിച്ചിരിക്കുന്നത്. ഇതാണ് അണ്ണൻ കിടന്ന റൂം. അണ്ണൻ കിടന്ന റൂമിൽ ബെഡിൽ കുറച്ച് നേരം ഇരിക്കും പറ്റി. അതൊക്കെ ആർക്കും കിട്ടാത്തൊരു അവസരമായിട്ടാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നത്. ഇവിടെയാണ് അണ്ണൻ കിടന്നത്. നമ്മുടെ സൂര്യ അണ്ണൻ ഇവിടെയാണ് കിടന്നത്. ആ റൂമാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ പോയത് ആഹാരം കഴിക്കാനാണ്. ഈ കാണുന്ന മഞ്ഞക്കറി കണ്ട് മീൻകറിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നവർക്ക് തെറ്റി. ആ കണ്ടതൊരു ക്യാരറ്റ് പായസമായിരുന്നു. എൻ്റെ കൂടെയുള്ള ഒരാളത് മീൻകറിയാണെന്ന് എടുത്തൊഴിക്കുകയും പുള്ളി പിന്നെ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. എന്തായാലും അത്യാവശ്യം കൊള്ളാം എന്ന് മാത്രമേ ഈ ഫുഡ് പറയാൻ പറ്റൂ. എന്തെങ്കിലും പരിപാടിക്ക് ഞാൻ പിന്നെ നിന്നില്ല. കാര്യം എനിക്ക് തിരിച്ച് എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ച് ഗോകുലത്തേക്ക് തന്നെ പോവേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ കാണുന്നത് കേരളത്തിൽ കണ്ടുവരുന്ന പുതിയൊരു തരം കോമാളിത്തരമാണ് ഈ കാണുന്നത്. ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ഓൺ ആക്കാൻ പറഞ്ഞാൽ മൊബൈലിൻ്റെ ചാർജ് കളയാൻ വേണ്ടി കാണിക്കുന്നൊരു കോമാളിത്തരമായിട്ടാണ് എനിക്ക് ഈ സംഭവം തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫോൺ എടുത്ത് കാണിച്ചില്ല. കാര്യം അതിനു മുമ്പേ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എനിക്കത് കണ്ടൻറ്റാണെന്ന് മനസ്സിലായി. ഞാൻ അത് അപ്പോഴേ വീഡിയോ എടുക്കുകയാണ് ചെയ്തത്. എന്ത് ചെയ്യാൻ, നമ്മുടെ പണി ഇതായി പോയില്ലേ. അണ്ണൻ്റെ കൂടെയുള്ള ഫോട്ടോ ഇട്ടതിന് ശേഷം പലരും കണ്ടിട്ട് ചോദിച്ചു, ജയന്ത ഇത് എങ്ങനെ സാധിച്ചു? ഒരുപാട് ആൾക്കാർ നിന്നെപ്പോലെ നടക്കുന്നുണ്ടല്ലോ, പക്ഷെ അവർക്കൊന്നും കിട്ടാത്ത ചാൻസ് നിനക്കെങ്ങനെ കിട്ടി? ഞാനിപ്പോഴും പറയുന്നു, ഇത് ഭാഗ്യമല്ല, അതൊരു നിമിത്തമാണ്. ഞാൻ ചെയ്ത ജോലി, എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി, ഞാൻ പോയി ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. ഇതൊരു ഭാഗ്യമായോ അങ്ങനെയൊന്നും കാണേണ്ട ഒരു കാര്യമില്ല. പിന്നെ പലരും ചോദിച്ചു അണ്ണൻ എങ്ങനെയുണ്ട്, ജാടയാണ്. അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത് നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് നടന്മാരോടെയും നടിമാരോടെയൊക്കെ ഇടപെടാൻ പറ്റിയ ഒരാളെന്ന നിലയ്ക്ക് അറിയാമല്ലോ, വളർന്നു വരുന്ന ചില മരമാക്രികൾക്കും ഇല്ലാത്ത
ചില കാര്യങ്ങൾ അണ്ണനുണ്ട്. മനുഷ്യത്വം കാര്യം ഇപ്പോൾ അറിയാമല്ലോ, പിച്ച വെച്ച് വരുമ്പോഴേ അവർ രജനീകാന്താണ്, കമലഹാസനാണ് എന്നൊക്കെയുള്ള മനസ്സിൽ വരുന്ന ഓരോരുത്തരും സത്യത്തിൽ നമ്മുടെ ഈ തമിഴ് നടനായ സൂര്യയെ കണ്ട് പഠിക്കണം എന്നാണ് സത്യത്തിൽ എനിക്ക് പുള്ളിയോട് മിണ്ടിയത് കൊണ്ടും പുള്ളിയോട് ഇടപെട്ടത് കൊണ്ടും എനിക്ക് ഒരു സാധാരണ വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ എനിക്ക് പുള്ളിയെ പറ്റി ഒരു നെഗറ്റീവ് പോലും പറയാനില്ല. കാര്യം എന്തൊരു നല്ല ഇടപെടലാണ് പുള്ളി ചെയ്യുന്നത്. അത്രയ്ക്കും ഒരു വലിയ നടനാണെന്നോ അല്ലെങ്കിൽ ഒരു കോടീശ്വരനാണെന്നോ ഒന്നും ഒരു ജാടയില്ലാത്ത രീതിക്കുള്ള ഇടപെടലാണ് പുള്ളി എല്ലാവരുടെ അടുത്തും കാണിക്കുന്നത്. എന്തായാലും ഇതേപോലത്തെ ഒരു നടനെ നമ്മുടെ നാട്ടിൽ ഇനിയും ഓരോ നടന്മാർ ഇതേ ഒരു സ്വഭാവമുള്ള നടന്മാർ വരട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ഞാനിത് പറയുകയാണ്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ദിവസമായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ്